Isaiah 44 verse 6 and 24. ഏഷ്യാപ്രവചനം 44-ന്റെ 6-24. Isaiah 44 verse 6. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന്റെ രാജാവായ ദൈവം, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ആദ്യം അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യഹോവയായ ദൈവം ആദ്യവും അന്ത്യവുമാണ്. ദ ബിഗിനിങ് ആൻഡ് എൻഡ്, ആൽഫ ആൻഡ് ഒമേഗ. ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല. നിന്റെ വീണ്ടെടുപ്പുകാരൻ, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു ന്യൂറോ സർജനായ ഡോക്ടർ ജോർജ് കോവൂർ എന്തുകൊണ്ടാണ് സുവിശേഷം പറയുന്നതെന്ന് അറിയാമോ? ഞാൻ ജനിച്ചപ്പം ഒരു ഹൈഡ്രോക്കഫാലിക് ബേബി ആയിരുന്നു. ഒരു വലിയ തലയും ചെറിയ ശരീരവുമുള്ള ഒരു മാറാ രോഗമുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇന്ന് രാവിലെ എറണാകുളം ടൗൺ ഹാളിനടുത്തുള്ള ഏറ്റവും വലിയ AG ചർച്ചിൽ ചെന്നേച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ സാക്ഷ്യം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന്. ഒത്തിരി പേര് കൈപൊക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹാർവസ്റ്റ് TV കൂടെയും പവർ വിഷനിൽ കൂടെ ഒന്നും കേൾക്കുന്നില്ലേ? യൂട്യൂബിൽ കൂടെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു ബാലൻസ് കേരളത്തിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, പ്രസംഗിക്കാൻ വേറെ ആൾ വരും, സാക്ഷ്യം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ സാക്ഷ്യം എനിക്കേ പറയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറയാൻ പറ്റുകയില്ല. ഇന്നാളിൽ ആരാണ്ടോ പറയുന്നത് കേട്ടു, ആകെ മണ്ടത്തര. കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. 10 വയസ്സിലാണ് എന്നെ 1ാം ക്ലാസ്സിൽ വിട്ടതെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പഠിച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. പുള്ളി എൻ്റെ സാക്ഷ്യം പറയുകയാണ്. 1 മണിക്കൂറോളം പ്രസംഗം എൻ്റെ സാക്ഷിയാണ്. അത് ട്യൂബിനകത്തുണ്ട്. അതിനകത്ത് പറഞ്ഞ ഒരു സംഭവം ശരിയല്ല. ഞാൻ ഓർത്ത്, ദൈവം ഇതൊക്കെ പറയാനാണോ? അപ്പം കിട്ടുന്ന സൗകര്യത്തിൽ സാക്ഷ്യം അടിക്കുന്ന ഒത്തിരി പേരുണ്ട്. വേറൊരാളുടെ സാക്ഷി അടിച്ചാലുള്ള കുഴപ്പമാണ്. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തല്ല പഠിച്ചത്, ഞാൻ CMC ലുധിയാനയിലാണ് പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. പലർക്കും പല മിസ്റ്റേക്ക് ഇങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് യഥാർത്ഥ യേശു ആരാന്നറിയാതെ വേറെ കുറെ ഈശോയുടെ പുറകെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം അറിയാം യേശു ആരാണ്. അത് കാൽവറിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥയാചരിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. ഞാൻ ജനിച്ചപ്പം തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മാറാ രോഗമുള്ള ഹൈഡ്രോക്കഫാലിക് ആയ ഒരു കുട്ടിയായിരുന്നു. അന്ന് അതിന് ഓപ്പറേഷൻ ഇല്ലായിരുന്നു. ഓപ്പറേഷൻ ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു ന്യൂറോ സർജൻ തലയിൽ കൈവച്ചേനെ, കത്തിവച്ചേനെ. എന്നും ഒരു ആശുപത്രി കയറി ട്യൂബ് ബ്ലോക്കായി ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിച്ച് ഷൻ ഡിപ്പെൻഡൻറ്റ്, ട്യൂബ് ഡിപ്പെൻഡൻറ്റ്, ഡോക്ടർ ഡിപ്പെൻഡൻറ്റ്, ഹോസ്പിറ്റൽ ഡിപ്പെൻഡൻറ്റ് ലൈഫായിരുന്നേനെ. 4-5 പ്രാവശ്യം തലേന്ന് വെള്ളം കുത്തിയെടുത്തേച്ച് ഞാൻ വെല്ലൂരിലാണ് ന്യൂറോ സർജറി പഠിച്ചത്. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുവായ ജേക്കബ് എബ്രഹാമും ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂറോ സർജനായ ജേക്കബ് ചാണ്ടിയും എന്നെ കണ്ടേച്ച് പറഞ്ഞ്, ഈ കുട്ടി ജീവിക്കുകയില്ല, ഈ കുട്ടി ബുദ്ധി ഉണ്ടാകുകയില്ല, ഈ കുട്ടി വളരുകയില്ല. ഇല്ല 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 എന്ന് നിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പറയുമ്പം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്വർഗമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ നേരെ ആകില്ല, നീ ഗുണം പിടിക്കില്ല എന്ന് പിശാച പറയുന്ന ദൈവമല്ല. ദൈവം നിന്നെ അത്ഭുതവും ഭയങ്കരവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തലയും തല നിറച്ച് വെള്ളവുമായിട്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ അത്ഭുതവും ഭയങ്കരവുമായി ദൈവം എന്നെ സൃഷ്ടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി വീട്ടിലേക്ക് വിട്ടപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കാൻ റെഡിയായി. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. സഹായം വരുന്നൊരു പർവ്വതം അവർക്കുണ്ടായിരുന്നു. 121 സങ്കീർത്തനം അറിയാവുന്നവർക്കറിയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന്. അവർ സഹായത്തിനായി കണ്ണുയർത്തി. അവർക്ക് സഹായം വന്നു. എന്താ സഹായം എന്നറിയാമോ? മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ സകലവും കിട്ടും. ഛർദ്ദിച്ച് കിടക്കുന്ന മകനെ വല്യമ്മച്ചിയുടെ കൈ കൊടുത്തേച്ച് ആരെങ്കിലും മണ്ടത്തരം കാണിക്കുമോ? വലിയ തലയും ചെറിയ ശരീരമുള്ള കുഞ്ഞിനെ, മരിച്ചു പോകും ബുദ്ധിയില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്ത് പായയുടെ പുറത്തിങ്ങനെ പാലും കൊടുത്ത് സ്പൂണും കൊടുത്തിരിക്കാതെ ഈ പുസ്തകവും പിടിച്ചൊരു എൻഫീൽഡ് ബൈക്കേൽ അപ്പച്ചനും കയറി അമ്മച്ചിയും കയറി ഇറങ്ങാൻ തീരുമാനിച്ചു. അന്ന് ഉപദേശിമാരില്ലാഞ്ഞ കാലമാണ്, പാസ്റ്റർമാരില്ലാഞ്ഞ കാലമാണ്, സുവിശേഷം പറയാൻ ആരുമില്ലാഞ്ഞ കാലമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി അവരിറങ്ങിയപ്പോൾ ദൈവരാജ്യം എനിക്ക് വേണ്ടി ഇറങ്ങി. ഇന്ന് പകൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചാൽ
ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. സൗഖ്യമാക്കിച്ച് 10ാം ക്ലാസ് പാസ്സാക്കിയല്ല വിട്ടത്, ഒരു ന്യൂറോ സർജനാക്കി. ഇന്ന് അങ്ങനത്തെ കുട്ടികളെ ശുശ്രൂഷിക്കുവാൻ അവസരവും അനുവാദവും തന്ന് എന്നെ നിർത്തിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഈ വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. ആ വാക്യം വായിച്ചു. ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവൻ, വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലതും ഉണ്ടാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയായ ഞാൻ സകലതും ഉണ്ടാക്കുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം എനിക്ക് പല കോളുകൾ വരും. ഇന്ന് വന്ന അവസാനത്തെ കോള്, ഞാൻ കാശ്മീരിലാണ്, മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യമായിട്ട് ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ വേണം. സാധാരണ എവിടെയാണ് പോകുന്നത്? എക്സ്റ്റേണൽ അഫയേഴ്സ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ മനുഷ്യനറിയാം തൃശ്ശൂരിലിരിക്കുന്ന ഒരാളെ വിളിച്ചാൽ എന്ത് കിട്ടും? ട്രാൻസ്ഫർ കിട്ടും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ആ മനുഷ്യന് അധികം വൈകാതെ കാശ്മീരിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുക്കണേ? ഡൽഹിയിലേക്ക്. ഇനി അധികം വൈകാതെ ഫോൺ വരും, എന്താണ് ട്രാൻസ്ഫർ കിട്ടിയെന്ന്. ഇന്ന് രാവിലെ ഞാൻ പോകുന്ന സമയത്ത് പുഷ്പ സഹോദരി വിളിച്ചേച്ച് പറഞ്ഞു, കുഞ്ഞ് ഇന്റർവ്യൂവിനാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ റെഡിയാക്കാനൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. വൈകുന്നേരം ഞാൻ റിട്ടേൺ അടിക്കുന്ന ഫോൺ വന്നു, ഇന്റർവ്യൂ റെഡിയായി, താങ്ക്സ്. അപ്പൊ ഇന്റർവ്യൂ വന്നാലും ട്രാൻസ്ഫർ വന്നാലും ജോലി വേണമെങ്കിലും, ഒരു പയ്യൻസ് വിളിച്ചേച്ച് പറഞ്ഞു, കാനഡയ്ക്ക് പോകാൻ 3 വർഷമായിട്ട് ട്രൈ ചെയ്യാണ്, പൈസ ഇല്ല, ജോലിയില്ല, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. രാത്രി 12:30 ഞാൻ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് വിളിക്കുന്നത്. ഹലോ ഡോക്ടർ അല്ലേ, എനിക്ക് കാനഡയ്ക്ക് പോകണം, നാളെ പൈസ റെഡിയാകണം, ഇന്റർവ്യൂ നാളെയാണ് നടക്കുന്നത്, 3 വർഷമായിട്ട് ട്രൈ ചെയ്യാണ്, ഒന്ന് റെഡിയാക്കണേ. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ പയ്യനെ ഇപ്പോൾ തന്നെ നീ കാനഡയ്ക്ക് വിടണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പിറ്റേ ഞായറാഴ്ച ഇവൻ ആരാധിക്കാൻ ഇവിടെ വന്നു. അവനിപ്പോൾ കാനഡയിലാണ്. ആൾക്കാരെ കാനഡയിൽ വിടാനും ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞെടുക്കാനും വീണ്ടെടുപ്പുകാരൻ എന്തെല്ലാം പരിപാടി ദൈവം വെച്ചിരിക്കുന്നത് അത് ചെയ്യുവാൻ കൃപയുള്ള അഭിഷേകമുള്ള ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലപ്പോൾ ഞാനിരുന്ന് ആലോചിക്കും, ഇതൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാ പറ്റുന്നേ? ചെയ്യുന്ന ഞാനാണോ? അല്ല, സ്വർഗത്തിലെ തമ്പുരാനാണ്, സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വായിച്ചത്. എന്താണ് വായിച്ചത്? സകലതും ആരുണ്ടാക്കുന്നു? യഹോവയായ ഞാൻ ഉണ്ടാക്കുന്നു. കുഞ്ഞുങ്ങളെ ഞാൻ ഉണ്ടാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കുഞ്ഞുങ്ങളെ തരും. ഭർത്താവിനെയും ഭാര്യയെയും ആരുണ്ടാക്കുന്നു? അപ്പൊ കല്യാണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെ പ്രാർത്ഥിക്കേണ്ടി? മാരേജ് ബ്യൂറോയിലും ഇന്റർനെറ്റിലും ഇടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണം. ജോലിയില്ലെങ്കിൽ ആരോട് പറയണം? കർത്താവിനോട് പറയണം. പൈസ ഇല്ലെങ്കിൽ ആരോട് പറയണം? കർത്താവിനോട് പറയണം. എന്താ കാരണം? സകലതും ആരാ ഉണ്ടാക്കുന്നത്? യഹോവയായ കർത്താവ്. എന്റെ വീണ്ടെടുപ്പുകാരനാണ് എല്ലാം ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ റെഡിയാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് ഫോൺ വിളി വരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതുപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ദേശം അറിഞ്ഞു തുടങ്ങി, കൂട്ടുകാരറിഞ്ഞു തുടങ്ങി, ചാർച്ചക്കാർ അറിഞ്ഞു തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ വീണ്ടെടുപ്പുകാരനായ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദൈവം പ്രാർത്ഥന കേൾക്കാൻ പോകുകയാണ്. അവൻ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ പോകുകയാണ്. ഐസായ 48:17, യെശയ്യാപ്രവചനം 48:17. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. ശുഭകരമായി പ്രവർത്തിക്കുവാൻ എത്തിക്കൽ കമ്മിറ്റിയും ബിഹേവിയറൽ ക്ലാസും സൈക്കോളജിയും കൗൺസിലും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ആര് പഠിപ്പിക്കും? യഹോവ പഠിപ്പിക്കും. പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ ലോകത്തിൽ ഏക കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പെരുമാറ്റം അറിയില്ലെങ്കിൽ അവരെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്?
അഭിഷേകം പ്രാപിക്കാൻ. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പെരുമാറ്റം നേരെ ആയിക്കോളും. പെരുമാറ്റം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിനകത്തൊരു വ്യത്യാസമുണ്ട്. The Lord teaches you to profit. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ വായിച്ചോളൂ. I am the Lord your God to teaches you to profit. കാശുണ്ടാക്കാനും പഠിപ്പിക്കുമെന്ന്. ലാഭം ഉണ്ടാക്കാൻ. തക്കാളി വിറ്റാൽ എത്രമാത്രം ലാഭം കിട്ടുമെന്നുള്ളത് നമ്മളെക്കാട്ടിലും ഏറ്റവും നല്ലോണം അറിയുന്ന ആരാണ്? കർത്താവാണ്. ആ കർത്താവ് നിന്നെ പഠിപ്പിക്കും. ലാഭം ഉണ്ടാക്കാൻ ആര് പഠിപ്പിക്കും? ഹലോ, കർത്താവ് പഠിപ്പിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നൊബേൽ പ്രൈസ് മേടിച്ചിരിക്കുന്നത് യഹൂദന്മാരാണ്. എന്താ കാര്യം? അവർക്ക് ബുദ്ധിയും ജ്ഞാനവും പറഞ്ഞു കൊടുക്കുന്നത് ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ മാർക്ക് കിട്ടുന്നതിന്റെ കാര്യം അവരെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ അപ്പച്ചനാണ്. അതുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോയാലും പോയില്ലേലും അവരെ പഠിപ്പിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാഭമുണ്ടാക്കുവാൻ, ജീവിക്കാൻ, പെരുമാറാൻ വീണ്ടെടുപ്പുകാരൻ പഠിപ്പിക്കും. നിന്നെ രക്ഷിച്ച ശേഷം വിദ്യാഭ്യാസം ഇല്ലാതെ വിടില്ല. നിന്നെ പെരുമാറാൻ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. 49:7 ഐസായ 49:7. ആ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പുകാരനായ ദൈവം ഇവിടെ നിന്നെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പിൻപിലാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച സുമേഷ് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വലിയൊരു ഉദ്ദേശത്തിന്റെ പിൻപിലാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം വലിയൊരു തെരഞ്ഞെടുപ്പെടുത്തിരിക്കുകയാണ്. നമ്മെ ദൈവം ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത് പാറമേൽ നിർത്തുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹൈഡ്രോകഫാലസിനെ സൗഖ്യമാക്കുമ്പോൾ ന്യൂറോസർജൻ ആക്കിയതിനൊരു ഉദ്ദേശമുണ്ട്. അത് 24 മണിക്കൂറും പൈസ ഉണ്ടാക്കി നടക്കാനല്ല. സൗഖ്യമാക്കിയ കർത്താവിന് ഹല്ലേലൂയ പറയാനാണ്. അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. അങ്ങനെ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ യേശു വേഗം വരുന്നു. യേശു പറഞ്ഞു, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാനാണ് തെരഞ്ഞെടുത്തത്. നമ്മളാരും ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. എന്തിനാണ്? പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഫലം കായ്ക്കാനും ഫലം നിലനിൽക്കുവാനുമാണ്. ഇതുവരെയും ഫലം കായ്ക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഫലങ്ങളെ തെരുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് ആത്മാക്കളെ തെരുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് അനുഭവങ്ങളെ തെരുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് കൃപകളെയും കൃപാവരങ്ങളെയും തെരുമാറാകട്ടെ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിന്റെ പിൻപിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. അത് നിവർത്തിപ്പാൻ ദൈവം കൃപ തെരുമാറാകട്ടെ. ഹല്ലേലൂയ. ഐസായ 54:5-8. യേശയ്യാ പ്രവചനം 54:5-8 വാക്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഐസായ. ബൈബിളിലെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഐസായ. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ, യുവർ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ്. ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചോണേ, സ്ത്രീകൾക്ക് പെട്ടെന്ന് പിടികിട്ടും ഇതിന്റെ വാക്കിന്റെ വില എന്താണ്. എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവാണ് നമ്മുടെ ഭർത്താവ്. യേശു രക്ഷകനായി വന്ന് സഭയുടെ മണവാളനായി മണവാട്ടിയാകുന്നതിന് മുമ്പ് യേശയ്യാ പ്രവാചകൻ പ്രവചനത്തിലൂടെ തന്നെ വലിയൊരു മർമ്മം ലോകത്തിനോട് പറയുകയാണ്. നിന്റെ സൃഷ്ടാവായ ദൈവം, ആദിയിൽ വചനമായിരുന്നവൻ, വചനം ജഡമായി കാൽവറയിൽ മരിച്ചവൻ, നിന്നെ വീണ്ടെടുത്തവൻ നിന്റെ ഭർത്താവാണ്. നിന്റെ കർത്താവും നിന്റെ സൃഷ്ടാവും നിന്റെ ഭർത്താവായി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്താ സംഭവം ആവശ്യമായിരിക്കും? ഹല്ലേലൂയ. ലോകത്തിൽ ആര് കൈവിട്ടാലും ഈ ഭർത്താവ് നിന്നെ കൈവിടുകയില്ല. ലോകത്തിൽ ആരും നിന്നെ തിരിഞ്ഞു നോക്കിയില്ലേലും ഈ ഭർത്താവ് നിന്നെ കൈവിടുകയില്ല. നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവാണ്. അടുത്ത വാക്യം, അവന്റെ പേര്, നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇനിയും ഭർത്താവിന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയണം?
ഹല്ലേലൂയ. ചിലപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ കയറി വന്നേച്ച് ഡോക്ടറുടെ വീട് എവിടാന്ന് ചോദിക്കും. ഞാൻ പറയും സ്വർഗത്തിലാണ്. അവർ ഞെട്ടി ബോധം കെട്ട് വീഴും. വഴി കൂടെ പോകുമ്പോഴൊക്കെ അങ്ങനെ ചോദിക്കും. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടറാണെന്ന് പറയില്ല. ഞാൻ പറയും ഭയങ്കര ഒരു ബിസിനസ്സാണ്, ഇൻ്റർനാഷണൽ വേൾഡ് വൈഡ് ബിസിനസ്സാണ്. സ്വർഗത്തിലെ അപ്പച്ചനാ തന്നിരിക്കുന്ന അവസാനമേ പറയുള്ളൂ. ലോകം മുഴുവനും നടന്ന സുവിശേഷം പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണ്. ചെറിയ പരിപാടിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ആരെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന പോലെ എന്ന് പറഞ്ഞേക്കണേ. എന്താണ്? സൈന്യങ്ങളുടെ യഹോവയും എൻ്റെ സൃഷ്ടിതാവുമായ ദൈവം എൻ്റെ ഭർത്താവാണ്. അവരുടെ വ്യൂസ് അടിക്കും. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്. അവരോട് പറഞ്ഞു കൊടുക്കണം ആരാണ് വീണ്ടെടുപ്പുകാരൻ. ഈ പരിപാടിയൊന്നും അറിയാത്ത കുറെ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് മനസ്സിലാക്കി ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവിന്റെ പേര് സൈന്യങ്ങളുടെ യഹോവ. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്റെ ഭർത്താവിന്റെ പേര് സൈന്യങ്ങളുടെ യഹോവ. സൈന്യങ്ങളുടെ യഹോവ ഭർത്താവായിരിക്കുന്ന ഒരാൾക്ക് ലോക്കൽ ഭർത്താവ് അല്പം പണങ്ങിയ വിഷമം ഉണ്ടാവുമോ? പുള്ളിയെ നോക്കിയിട്ട് ചിരിക്കും. അതാ വൈകുന്നേരം ആകുമ്പോൾ ആൾ റെഡി ആയിക്കോളും. സൈന്യങ്ങളുടെ യഹോവ എന്നാലും എൻ്റെ ഭർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ ഭർത്താവായിരിക്കുന്ന ഒരാൾക്ക് തൽക്കാലം തന്നിരിക്കുന്ന ഭാര്യ ഒന്ന് ഫങ്ഷൻ കുറഞ്ഞാൽ വിഷമിക്കുമോ? ഭാര്യമാരെ കർത്താവ് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഹെൽപ്പ് മീറ്റ്സ്, സഹായിക്കാനാണ്. ചിലപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ വിഷമിക്കണ്ട. സൈന്യങ്ങളുടെ യഹോവ നിന്റെ ഭർത്താവായതുകൊണ്ട് സഹായം ആ പർവ്വതത്തിൽ നിന്ന് തന്നെ നിനക്ക് വന്നിരിക്കും. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ പേര്. അടുത്ത വാക്യം. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു. അവന്റെ പേര് സർവ്വഭൂമിയുടെയും ദൈവം എന്നാണ്. അടുത്ത വാക്യം. നിന്നെ വിളിച്ചിരിക്കുന്നു. മനോവസനത്തിലിരിക്കുന്ന സ്ത്രീയെ പോലെ നിന്നെ വിളിച്ചിരിക്കുന്നു. I will have everlasting kindness to you. മാറവത്ത ഒരു വലിയ ദീർഘക്ഷമ ഈ ഭർത്താവിന് നിന്നോടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. I will have everlasting kindness to you. ഒരു വ്യക്തിക്കും ഒരിക്കലും തരാൻ വയ്യാത്ത ഒരു വലിയ ദീർഘക്ഷമ, ഒരു വലിയ കരുണ, ഒരു വലിയ അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകം മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവം ഇന്ന് രാത്രി നിന്നെ കുറ്റപ്പെടുന്നില്ല. ലോകം മുഴുവൻ നിനക്കെതിരായി സംസാരിക്കുമ്പോൾ ദൈവം നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. ലോകം മുഴുവനും നിന്നെ തള്ളിക്കഴിയുമ്പോൾ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. With everlasting kindness he loves you. ഐസായ 63:16, യേശയ്യാപ്രവചനം 63:16. നീ അല്ലയോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇല്ല, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. നിന്റെ പേര് എവർലാസ്റ്റിംഗ്, യുഗാരംഭം മുതലേ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ഞാൻ പല പ്രാവശ്യം നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞു. കോവൂർ ഇന്നൊരു സ്ഥലത്ത്, ഇന്ന വീട്ടിൽ ചെറാപ്പൂര് ഇന്ന വ്യക്തികളെ തെരഞ്ഞെടുക്കണമെന്ന് ദൈവം പണ്ടേ തീരുമാനിച്ചിരുന്നു. കൊള്ളന്നൂരിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ കുടുംബത്തിൽ നിന്നും തെരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിന്റെ തീരുമാനമല്ല, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. പൈനമൂട്ടിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരിക്കലും ആരും കേൾക്കാത്ത ചില കുടുംബത്തിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വെടക്ക് നെണ്ണിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ തെരഞ്ഞെടുപ്പും യുഗത്തിന് മുമ്പാണ്. നമ്മുടെ സൃഷ്ടിപ്പിന് മുമ്പാണ്, ലോക സ്ഥാപനത്തിന് മുമ്പാണ്. കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടതും ലോക സ്ഥാപനത്തിന് മുമ്പാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ തന്നെ വീണ്ടെടുപ്പുകാരനെ ദൈവം ഉണ്ടാക്കി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. ജെറമായ ചാപ്റ്റർ 50 വേഴ്സ് 34. പഴയ നിയമത്തിൽ നമ്മൾ ഇത്രയും ചിന്തിച്ച ശേഷം പെതുക്കെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരാൻ പോവുകയാണ്. വീണ്ടെടുപ്പിന്റെ വിലയും വീണ്ടെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിമാൻ, വീണ്ടെടുപ്പുകാരനായ യഹോവ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ നാമം. ആമേൻ. അങ്ങനെ അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. ദാവീദിനെതിരായി എല്ലാവരും ശബ്ദിച്ചു. എന്തുകൊണ്ടെന്നാൽ അവിടെ ദാവീദിന്റെയും ബാക്കിയുണ്ടായിരുന്ന ഇസ്രായേലിന്റെ സമ്പത്തും ഭാര്യമാരെയും എല്ലാം ശത്രു സൈന്യം വന്ന് അടിച്ചുകൊണ്ട് പോയി. എല്ലാവരും കരഞ്ഞപ്പോൾ ദാവീദ് തന്റെ വീണ്ടെടുപ്പുകാരനിൽ വിശ്വസിച്ചു. അവൻ പോയി നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു മടക്കിയെടുത്തോണ്ട് വന്നു. ശത്രു നിന്റെ നിന്ന് നഷ്ടപ്പെടുത്തിയ ചില കാര്യങ്ങൾ തിരിച്ചു പിടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ശക്തനായവൻ നിന്റെ കൂടുണ്ട്. ശത്രു നിന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തിയാൽ അത് തിരിച്ചു പിടിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ശത്രു നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിയാൽ അത് തിരിച്ചു പിടിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ശത്രു നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി ചോദ്യം ചെയ്ത് നിന്നാൽ അത് തിരിഞ്ഞു പിടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ശക്തനായവൻ നിന്റെ കൂടുണ്ട്. അവൻ നിനക്കത് മടക്കി തരാൻ പോവുകയാണ്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ശക്തനായവനാണ്. അവൻ അത് നിനക്ക് മടക്കി തരും. നമ്മുടെ ഒരു പേടി എന്താണെന്നറിയാമോ? ഈ പിടിച്ചോണ്ട് പോയവനാ ശക്തി. അവൻ തോറ്റവനാണ്. അവന്റെ വാലാട്ടം മാത്രമേ ഉള്ളൂ, അവന് തലയില്ല. കാൽവറിയിൽ അവനെ കർത്താവ് തോപ്പിച്ചു കഴിഞ്ഞു. ഒരു ശക്തിക്കും നിന്റെ കുടുംബത്തിനെതിരായി വരുവാൻ സാധിക്കുകയില്ല. ഒരു ശക്തിക്കും നിന്റെ ഭാവിക്കെതിരായി വരുവാൻ സാധിക്കുകയില്ല. No power in the world can ever stand against your future. No power in the world can ever stand against your children. No power in the world can ever stand against your progress in life, because your Redeemer is stronger than any other person in the world. നിന്റെ വീണ്ടെടുപ്പുകാരൻ ബാക്കി എല്ലാവരെക്കാട്ടിലും ശക്തനാണ്. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ പേര്. എല്ലാം വീണ്ടെടുക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നീ രക്ഷപ്പെട്ടുവെങ്കിൽ ഇനി നിനക്ക് വീണ്ടെടുക്കാൻ ചില കാര്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ നീ വീണ്ടെടുക്കണം. തുള്ളനും വെട്ടിക്കളിയും തിന്നതിനെ നീ വീണ്ടെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പിശാച് നശിപ്പിച്ചതിനെ നീ വീണ്ടെടുക്കണം. നിന്റെ ശക്തിയെ നീ വീണ്ടെടുക്കണം. നിന്റെ യൗവനത്തെ നീ വീണ്ടെടുക്കണം. നിന്റെ നഷ്ടപ്പെട്ട കഴിവുകളെ നീ വീണ്ടെടുക്കണം. നിന്റെ ബുദ്ധിശക്തിയെ നീ വീണ്ടെടുക്കണം. നിന്റെ ആരോഗ്യത്തെ നീ വീണ്ടെടുക്കണം. ശത്രുവിന് നീ ഒന്നും വിട്ടുകൊടുക്കരുത്. ദൈവം അതെല്ലാം മടക്കി തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് വീണ്ടെടുപ്പിന്റെ ദിവസമാണ്. ഇന്ന് രക്ഷയുടെ ദിവസമാണ്. ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇന്ന് നന്മയുടെ ദിവസമാണ്. ഇന്ന് ഭാരത്തിന്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശുവിനെ കാണുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടെടുപ്പിൽ വസിക്കുവാൻ, ധാരാളം വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ.